ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഡോർസെറ്റ് മേളയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കാലത്ത് തന്നെ റെഡിയായി വന്നത്. വൈകുന്നേരം എനിക്ക് വേറെ കുറച്ച് പരിപാടികളുള്ളതിനാൽ ഞാൻ ഡോർസെറ്റ് മേളയ്ക്ക് രാവിലെ അവിടെ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി വേഗം പോയതാണ്. പോകുന്ന വഴിക്ക് ആസ് യൂഷ്വൽ ഞാൻ ടോപ്പ് ഫ്ലോർ പിടിച്ചു. ടോപ്പ് ഫ്ലോറിൽ കയറി ഇരുന്നിട്ട് ഓരോ കാഴ്ചകൾ കൊണ്ട് പോയപ്പോഴാണ് ഇന്ന് സാറ്റർഡേ ആണെന്നുള്ള ബോധം വന്നത്. കാരണം നിറച്ചും വണ്ടികളും തിരക്കും ആൾക്കാരും, അപ്പം ടോപ്പിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാൻ ട്രാഫിക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പതുപോലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ബീച്ച് സൈഡൊക്കെ നിറഞ്ഞു വരുന്നു. 12:30 സമയമാണെങ്കിലും നേരം വെളുത്ത് വരുന്ന പോലെയാണ് തോന്നുന്നത്. ഇന്ന് വെതർ അത്ര അങ്ങോട്ട് പിടിക്കണില്ല. ഈവനിങ്ങിലും നല്ല വെതറാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കറങ്ങുന്ന സംഭവങ്ങളൊക്കെ കറങ്ങി തുടങ്ങി. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ കറക്കി തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സൂക്ഷിച്ച് നോക്കിയില്ല. ഒന്നും ആരും ഇരിക്കണമൊന്നുമില്ല, വെറുതെ കറക്കുക, ആളുള്ളതുപോലെ കാണിക്കുക. പിന്നെ അത് അടുത്ത ടോപ്പ് ഫ്ലോർ ബസ്, ഓപ്പൺ ടോപ്പ് ബസ് ഇതേ കിടക്കുന്നു. അങ്ങനെ അവിടെ ബസ് നിർത്തി പതുക്കെ എടുക്കുന്നു. പിന്നെ സൈഡിലൊക്കെ നമ്മളുടെ റെസ്റ്റോറൻറ്റൊക്കെ അപ്പോൾ അതുപോലെ സാറ്റർഡേ ആയത് കാരണം ബിസിയിലേക്ക് പോകണം. ഞാനങ്ങനെ ഡോർസെറ്റ് മേള നടക്കുന്ന പൂളിൻ്റെ അവിടെ വന്ന് ഇറങ്ങി, പൂൾ പാർക്കിൽ ഇറങ്ങി. അവിടെ നിന്ന് നടക്കാൻ കുറച്ച് ദൂരം ഉള്ളത് കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു. സൈഡിലൊക്കെ സ്കേറ്റിങ്ങും ഫുട്ബോൾ പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊന്നും പോയി വീഡിയോ എടുക്കാനുള്ള മനഃശക്തി ഇല്ലാത്തത് കാരണം സ്ട്രെയിറ്റ് നടന്നു പോകണം. സൈക്ലിംഗ് പോകുന്നുണ്ട്, ആൾക്കാർ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ പോയില്ല. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയാലാണ് ഡോർസെറ്റ് മേള നടക്കുന്നത്. അവിടെ ശരിക്കും നോർത്ത് ഇന്ത്യൻസാണ് അവിടെ പ്രോഗ്രാം പ്രധാനമായിട്ട് നടക്കുന്നത്. ഞാനൊരു പ്രോഗ്രാം കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡാൻസൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മലയാളികളും ഉണ്ട്, ഡാൻസേഴ്സ് പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഫുഡ് കോർട്ടാണ്, പല വിധത്തിലുള്ള ഫുഡ് കോർട്ട്. തമിഴരുടെയും നോർത്ത് ഇന്ത്യൻസിൻ്റെയും മലയാളികളുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ തമിഴരുടെയൊക്കെയാണ് ഊത്തപ്പം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ പാനിപൂരിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊരു 2 ഊത്തപ്പം മേടിച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് മദാമ്മമാർക്കൊക്കെ കുറച്ച് താല്പര്യമുണ്ട് ഇങ്ങനെ ബോളിവുഡ് ഡാൻസ്, നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ പരിചയമുള്ളവരൊക്കെ കൂടിയിട്ട് അതിനിടയിലാണ് ഈ സാധനത്തിന് കണ്ടത് കേട്ടോ. ഇത് നടന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അടുത്തോട്ട് നിന്നപ്പോൾ ഇത് നേരെ എൻ്റെ മേത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇതിൻ്റെ കൊത്ത് കിട്ടി കഴിഞ്ഞ് എൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ഇനി അവിടേക്ക് പോകേണ്ടി വരുന്നാലേ ആകെ നാണക്കേടാവില്ല. അത് കാരണം ഞാൻ അവിടെ നിന്ന് 100 വിട്ടു. അങ്ങനെ മേള നടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. മദാമാരൊക്കെ സാരി ഉടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ ഡാൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുന്നുണ്ട്. നമ്മളുടെ ഒന്നും പ്രോത്സാഹനം അവിടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി വിട്ടു. ഇവിടെ നിന്നാണ് ഊത്തപ്പം മേടിച്ചത്. സ്റ്റോൾ അതുപോലെ അവിടെ ഡ്രസ്സിൻ്റെ ഇട്ട സാരി ബ്ലൗസ്, ഓണം ഡ്രസ്സസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഞാനൊന്നും മേടിച്ചില്ല. താങ്ക് യു.